രാജ്യത്ത് കഴിയുന്ന കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താവിന് മറന്നുകൊണ്ട് കാമുകന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുത്ത പെണ്ണേ, മെസ്സേജ് അയച്ച പെണ്ണേ, കമന്റ് എഴുതിയ പെണ്ണേ, കാത്തിരുന്ന പെണ്ണേ, വിളിച്ചു വരുത്തിയ പെണ്ണേ, നിന്റെ ശരീരത്തിന്റെ ഗുഹ്യഭാഗത്തിലേക്ക് റൂഹ് പിടിച്ചെത്തുമ്പോ അതുകൊണ്ട് നീ ചെയ്തു പോയ തെറ്റിന്റെ വേദന അനുഭവിക്കുകയാണ്. അത് ചെറുതല്ല പെങ്ങളെ, അത് ചെറുതല്ല ചെറുപ്പക്കാരോ, അത് ഭയാനകരമാനടാ, അത് ഭയാനകരമാനടാ. അവിടെ അങ്ങോട്ട് കടന്നു ചൊല്ലുകയാണ്, പിന്നെ ഹൃദയത്തിന്റെ ഭാഗത്തെത്തുകയാണ്. അല്ലാ, ഹൃദയമെന്ന അത്ഭുതമേ, ഹൃദയമെന്ന മഹാത്ഭുതമേ, ഒരു വേദന വന്നാൽ താങ്ങാൻ പറ്റുമോ? ഹൃദയത്തിന്റെ ഭാഗത്തൊരു ചെറിയ വേദന വന്നാൽ സഹിക്കാൻ പറ്റുമോ? അസ്രായീൽ റൂഹ് പിടിച്ചു ഹൃദയത്തിന്റെ ഭാഗമെത്തുകയാണ്. എത്ര അനാവശ്യങ്ങളാ ചിന്തിച്ചത്, എത്ര മോശത്തരങ്ങളാണ് ആലോചിച്ചത്. ആ ഹൃദയം കൊണ്ട് കണക്കില്ലാതെ തെമ്മാടിത്തരങ്ങളെ ചിന്തിച്ചു കൂട്ടിയവരെ അതിന് മുഴുവനും ആ ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന തരുന്നതാണ്. അവിടെ അങ്ങോട്ട് കൈയുടെ ഭാഗത്തേക്ക് എത്തുകയാണ്. യാ അല്ലാഹ്, പലിശ വാങ്ങിയവരെ, പലിശ കൊടുത്തവരെ, കള്ളുകുടിക്കോ ഈ കൈ കൊണ്ടുപോയവരെ, ഹറാമ് ചെയ്തവരെ, അനാവശ്യമായ വാട്സപ്പിലൂടെ മെസ്സേജിന് വേണ്ടി വിരൽത്തുമ്പ് കൊണ്ട് മൊബൈലിലും അമർത്തിയവരെ, വിരൽത്തുമ്പ് കൊണ്ട് മൊബൈലിലും അമർത്തിയവരെ, കുറ്റപ്പെടുത്തിയവരെ, കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കളിയാക്കിയവരെ, പരിഹരിച്ചവരെ, നിങ്ങളുടെ വിരൽത്തുമ്പുകളും നിങ്ങളുടെ കൈയും നിങ്ങളുടെ കൈത്തണ്ടകളും മുഴുവനും അസ്രായീൽ റൂഹ് പിടിക്കുമ്പോ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഭയാനകരമായ വേദന നിങ്ങൾ അനുഭവിക്കുന്നത്. അവിടുന്ന് റൂഹ് പിടിച്ച് നിങ്ങളുടെ തൊണ്ടക്കുടിയിലെത്തുകയാണ്. എത്ര അനാവശ്യമായതാ കഴിച്ചത്, എത്ര അനാശാസ്യങ്ങളാ കഴിച്ചത്, എത്ര പലിശയുടെ സ്വത്ത്, എത്ര അനുവദനീയമല്ലാത്ത സ്വത്ത്, എന്തൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അത് മുഴുവനും ആളിപ്പത്താളിപ്പടരുന്ന തീകോളം പോലെ നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹ് പിടിക്കുമ്പോൾ നീ അനുഭവിക്കുന്നതാണ്. അവിടെ നിങ്ങോട്ട് അവസാനം വരുന്നത് കണ്ണിലാണ്, കണ്ണിലാണ്, കണ്ണിലാണ്. ഹറാമ് കണ്ടവരെ, ഹറാമ് കണ്ടവരെ, ഹറാമ് ആസ്വദിച്ചവരെ, ഹറാമിന് കൂട്ടുനിന്നവരെ, മറ്റുള്ളവര് കാണാൻ വേണ്ടിയിട്ട് ചങ്ങരംകുളത്തെ വീട്ടിന്റെ അകത്തിരുന്ന് ചുണ്ട് ചുമപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പെണ്ണ്, മറ്റുള്ളവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചങ്ങരംകുളത്തെ വീട്ടിന്റെ അകത്തിരുന്ന് അതീവ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയ മുസ്ലിം പെണ്ണ്, മുസ്ലിം പെൺമക്കളുടെ ശരീരത്തെ ഒപ്പിയെടുക്കാൻ വേണ്ടി ജംഗ്ഷനിലും സ്റ്റാൻഡിലും പോയി കാമക്കണ്ണുമായി കാത്തിരുന്ന കഴുകന്മാരെ, അസ്രായീൽ നിങ്ങളുടെ റൂഹ് പിടിച്ച് കണ്ണിന്റെ ഭാഗത്തെത്തുമ്പോ സമാധാനമില്ല. വല്ലാത്ത വേജാറാണ്, വല്ലാത്ത വെപ്രാളമാണ്, വല്ലാത്ത വേദനയാണ്. ആ കണ്ണിന്റെ ഭാഗത്തിരുന്ന് റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളുകയാണ്. ആ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ്. ചെയ്തുപോയ സർവ്വതെമ്മാടിത്തരങ്ങളും അവിടെ നീ അറിയുകയാണ്. ആ സമയത്ത് നീ പറയുന്ന ഒരു പറച്ചിൽ ഖുർആൻ പറയുന്നുണ്ട്. സങ്കരംകുളത്തുകാരും പറയും, മലബാറുകാരും പറയും, ചെറയങ്കീടുകാരും പറയും, തിരുവനന്തപുരത്തുകാരും പറയും, ലോകത്തുള്ള ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകും, റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹാ. പടച്ചവരെ, ഞാനിപ്പോ മരിക്കുമെന്നറിഞ്ഞില്ല അല്ലാ. ചങ്ങരംകുളത്തെ ചെറുപ്പക്കാരന്റെ കൂടെ നടന്നവനാണ്, ഞാനിപ്പോ മരിക്കുമെന്നറിഞ്ഞില്ല റബ്ബേ. ഒരു മണിക്കൂർ കൂടി ജീവിക്കാൻ, ഒരു ദിവസം കൂടി ജീവിക്കാൻ എനിക്ക് അനുവാദം തരുമോ? എന്റെ എരമംഗലത്തെ കൂട്ടുകാരിവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന സഹോദരങ്ങളാണ്. നൗഷാദ് വാക്കവി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എന്നോടൊപ്പം ഒരു നിഴല് പോലെ കൂടെയുള്ള മക്കളാണ്. ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് വന്നപ്പോ അവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പരിഹാസത്തിന്റെ പേമാരി വന്നപ്പോ ആ പ്രിയപ്പെട്ട മക്കൾ വീണുടഞ്ഞു പോയിട്ടില്ല. അവർക്കറിയാം ബാക്കവിയാരെന്ന്, അവർക്കറിയാം ബാക്കവിയുടെ ജീവിതമെന്തെന്ന്, അവർക്കറിയാം ബാക്കവിയുടെ സമ്പത്ത് എന്ത് ചെയ്യുന്നോന്ന്, അവർക്കറിയാം ബാക്കവിയാരെന്ന്. ആ പ്രിയപ്പെട്ട മക്കളോടൊത്ത് സ്നേഹത്തോടെ ഞാൻ കണ്ടിരുന്ന മുസ്തഫ എന്ന് പറയുന്ന കൂട്ടുകാരൻ, അല്ലാഹുവേ, സങ്കരംകുളത്തെ സുഹൃത്തുക്കളെ പോലെ തന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്ന മുസ്തഫ എന്ന കൂട്ടുകാരൻ, ആ
സഹോദരൻ കിടക്കുന്നത് എരമംഗലം പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. മാരക രോഗം ബാധിച്ച് കട്ടിലിൽ ഒരു പുഴു പിടയ്ക്കുന്ന പോലെ പിടഞ്ഞുകൊണ്ട് കിടന്നപ്പോ കാണാൻ വേണ്ടി ഞാൻ കടന്നു ചെന്നപ്പോ എന്റെ കൂട്ടുകാർ പറഞ്ഞു, ഉസ്താദേ ഇത്ര പെട്ടെന്ന് തളർന്നു പോകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇത്ര പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു പോകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവസാനമായി വെള്ളം കൊടുത്തിട്ട് കണ്ണീരോട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എപ്പോഴാണെന്ന് ആരാണ് മോനെ നമ്മളോട് പറയുക? എത്ര ആളുകളാണ് പോയത്? കോഴിക്കോട് ജില്ലയുടെ ഫറൂഖിൽ നിന്ന് ഒരു ഉമ്മയും ഒരു വാപ്പയും 3 മക്കളും. അല്ലോ, ആ പ്രിയപ്പെട്ട മക്കളും ഒത്ത് വെക്കേഷന്റെ സമയത്ത് കറങ്ങാൻ പോയതാ. ഭാര്യക്കൊരു സന്തോഷമാകട്ടെ, മക്കൾക്കൊരു സന്തോഷമാകട്ടെ, അത് കുടുംബ ജീവിതത്തിന്റെ മഹത്വമല്ലേ? എത്ര ദിവസം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖത്താറും മിസ്ബാഹും മിസ്അബും ഒക്കെ വിളിക്കുന്നു, വാപ്പാ ഞങ്ങൾക്ക് സ്കൂളില്ലാതെ വീട്ടിൽ വെറുതെ നിന്നിട്ട് വാപ്പയൊന്നും വന്നില്ലല്ലോ, നമുക്കൊന്ന് പോകണ്ട വാപ്പാ, എവിടെയെങ്കിലും ഒരു കടലിന്റെ തീരത്തെങ്കിലും പോയി കുറച്ചു നേരം ഒന്നിരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാ പ്രിയപ്പെട്ട മക്കൾ വിളിക്കുമ്പോ മറുപടി കൊടുത്തിട്ട് സമാധാനിപ്പിക്കുന്ന എനിക്കറിയാ ഒരു വെക്കേഷൻ ടൂറിന്റെ മധുരം എനിക്കറിയാ. കോഴിക്കോട് ജില്ലയിലെ ഒരു കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും അല്ലാഹുവേ അവരുടെ വലിയ വീടിന്റെ മുമ്പിൽ ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് വെച്ചില്ലേ?